കൂട്ടിയാലും കുറച്ചാലും ഇനിയിപ്പോൾ ഹരിച്ചാലും ഗുണിച്ചാലും എങ്ങനെ നോക്കിയാലും ഇതുണ്ടാക്കിയ ലാഭം അത് നമുക്ക് തന്നെയാ. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചൂടാവുമ്പോൾ ഈ കാണുന്ന സ്പൈസസും ചേർത്ത് ചതച്ചെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂട്ടി ഒന്ന് ഇളക്കി മൂപ്പിച്ച് സ്ലൈസ് ചെയ്തൊരു സവോളയും കഷ്ണങ്ങളാക്കി ഒരു തക്കാളിയും ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വഴറ്റി 1 ടേബിൾ സ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ കുറച്ച് തൈരും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ മസാല ഒന്ന് കുക്കായി വന്നാൽ കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കഷ്ണങ്ങളാക്കി ഒരു ക്യാരറ്റും കിഴങ്ങും കത്രിക്കായും അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് 4 ഗ്ലാസ് ബാസ്മതി റൈസും കൂടി ഇട്ട് കൊടുത്ത് മസാലയിലേക്ക് നല്ല പോലെ നമ്മുടെ ഈ റൈസ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 1 ഗ്ലാസ് റൈസിന് 1.5 ഗ്ലാസ് അളവിൽ ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ച് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിച്ച് വെച്ച് മാറ്റി അങ്ങ് ഓഫ് ചെയ്യാം. ഏറൊക്കെ മുഴുവനായും പോയതിനു ശേഷം മൂട് തുറന്ന് നോക്കുമ്പോൾ ദാ നമ്മുടെ റൈസ് റെഡി. ഇതിൻ്റെ ഒപ്പം കഴിക്കാനേ വേറെ ഒരു കറിയും വേണ്ട. കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണേലും നമുക്കിതിന് എടുക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ചോറും കറിയും ഉണ്ടാക്കണമെങ്കിൽ അതിനെടുക്കുന്ന സമയവും വേണ്ട, ഗ്യാസും വേണ്ട, ടേസ്റ്റ് ആണെങ്കിലും അപാര ടേസ്റ്റും. അപ്പോൾ അതാ ഞാൻ ആദ്യം പറഞ്ഞേ, എങ്ങനെ നോക്കിയാലും ലാഭം അത് നമുക്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാ പെട്ടെന്ന് തന്നെ സേവ് ആക്കിയിട്ട് ചെയ്ത് നോക്കുകയല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.